നമുക്കിന്ന് ഈന്തപ്പഴം പുളിങ്കറി ഉണ്ടാക്കാം. അതിന് പച്ചമുളക്, കുരുകളഞ്ഞ ഈന്തപ്പഴം കീറി വെച്ചിരിക്കുകയാണ്. അതിന് മുളക് പൊടി, മസാലക്കൂട്ട്, പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു, ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്, മസാലക്കൂട്ട് പട്ട, കറയാമ്പു, ജീരകം, മല്ലിച്ചീര, പുതിന, വേപ്പില, ആവശ്യത്തിനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഉലുവ പൊട്ടിക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് കീറി മാത്രമേ ഇടാവുള്ളൂ. അതിനുശേഷം 2 വേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പട്ട, കറയാമ്പു, ജീരകം, കുരുമുളക് ഇതിട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം അടുത്തതായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി അതിട്ട് നല്ലപോലെ ഒന്ന് വാട്ടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിനി ശർക്കര പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ശർക്കര ഇട്ട് കൊടുത്ത് നമുക്ക് മല്ലിച്ചീര ഇട്ട് കൊടുക്കാം. മല്ലിച്ചീര ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് ഈസിയായിട്ട് നമുക്ക് ഈന്തപ്പഴം പുളിങ്കറി നമുക്കുണ്ടാക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാവുന്നതാണ്. നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.